തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നത് കടുത്ത സമ്മർദ്ദത്തിലെന്ന് BLOമാർ പറയുന്നു. SIR ഫോമുകൾ പോലും വിതരണം പൂർത്തിയാക്കാനായിട്ടില്ല. നവംബർ 16-നുള്ളിലായിരുന്നു ഫോമുകൾ വിതരണം ചെയ്യേണ്ടിയിരുന്നത്. പത്തനംതിട്ടയിൽ ഇന്നലെ EROയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സുജു ടി ബാബു ചേരുകയാണ്. സുജു, അതായത് നമുക്കറിയാം ഈ BLOമാരെ സംബന്ധിച്ചിടത്തോളം മാനസിക സമ്മർദ്ദത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളത് കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ BLOമാരുടെ ആത്മഹത്യകൾ എന്നുള്ളത്. ഇത് കേരളത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലും ഇത്തരത്തിൽ ഒരു BLO ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അവരുടെയൊക്കെ കുടുംബം പറയുന്നത് ഈ സ്വഭാവത്തിൽ പോലും മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴിതാ ഈ ശബ്ദ സന്ദേശത്തിൽ പോലും അത് വ്യക്തമാകുന്നുണ്ട്, എത്രത്തോളം സമ്മർദ്ദം ഉണ്ടാകുന്നു. വീട്ടിൽ പോലും പോകാൻ പാടില്ല എന്നൊക്കെ പറയാൻ ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? കാരണം ഒരു സർക്കാർ ജീവനക്കാരന് അധിക ചുമതല എന്ന് മാത്രമാണ് ഈ ഒരു ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലാതെ അവരുടെ ഭാവിയെ നിശ്ചയിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ, അവരുടെ സാലറിയെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു സമ്മർദ്ദം കൊടുക്കുന്നത്? തീർച്ചയായിട്ടും വലിയ സമ്മർദ്ദത്തിൽ തന്നെയാണ് ഈ BLOമാർ ഉള്ളത്. ഇപ്പോൾ കേട്ടത് ഒരു ERO ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ 5 EROമാരാണ്. അതിലൊരു ERO നൽകുന്ന നിർദ്ദേശമാണ്. ആ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. അത് കേട്ടതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. പകരം ഈ BLOമാരുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. കാരണം ഇതിനോടകം തന്നെ 16-ാം തീയതി തന്നെ ഫോം വിതരണം പൂർത്തിയാക്കണമെന്നായിരുന്നു, എന്യൂമറേഷൻ ഫോം കൊടുത്തു തീർക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പല BLOമാർക്കും ഇത് സാധ്യമായിട്ടില്ല. ഇന്നിപ്പോൾ അവർ പറയുന്നത് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങൾ എന്യൂമറേഷൻ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ വിതരണവുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യാനുള്ള ഓപ്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ അപ്ലോഡിങ് സ്കാൻ ചെയ്ത ശേഷമാണ് ഈ ഫോമുകൾ കൊടുക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ സ്കാനിങ് മാറി, ഇപ്പോൾ അപ്ലോഡിങ് മാത്രം ഓപ്ഷനുള്ളൂ. അതുകൊണ്ട് പല BLOമാരും വലിയ പ്രതിസന്ധിയിലാണ്. കാരണം വിതരണം ചെയ്തിട്ടില്ല എങ്കിൽ ഇനി വിതരണം ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് ആ ഓപ്ഷൻ, സ്കാനിങ് ഓപ്ഷൻ പൂർണ്ണമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ ചൂണ്ടിക്കാട്ടുന്ന ചില BLOമാർ പറയുന്നത് പല ആളുകളും ഫോമുകൾ വീട്ടിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സ്കാനിങ് നടത്തിയ ശേഷം, അതായത് കൈവശം വെച്ച് തന്നെ ഈ എന്യൂമറേഷൻ ഫോമുകൾ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയും വീട്ടിലെത്തി കൊടുക്കാവുന്നതാണ്. ഇത് വലിയ പ്രതിസന്ധി. വീട്ടിലെത്തുമ്പോൾ തന്നെ പല വീടുകളും അടച്ചിട്ട വീടുകളാണ്. പത്തനംതിട്ട ജില്ലയിൽ നമുക്കറിയാം പ്രവാസികളുള്ള ധാരാളമുള്ള വീടുകളാണ്. മറ്റ് പല ആളുകളും ജോലി സംബന്ധമായ പല സ്ഥലങ്ങളിലും വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഇവരെ ഫോൺ നമ്പറുകൾ കണ്ടെത്തി ഇവരെ വിളിക്കുക, ബന്ധപ്പെടുക വലിയ ആയാസകരമായ ജോലി കൂടിയാണ്. അതുകൊണ്ട് അത് വലിയ ഒരു പ്രതിസന്ധിയാണ്. ഇന്നലെ പത്തനംതിട്ട തിരുവല്ലയിൽ ഒരു BLOയ്ക്ക് നായയുടെ കടിയേറ്റു. അത്തരം ചില കാര്യങ്ങളുണ്ട്. ചില വീടുകളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നതും വലിയ പ്രശ്നമാണ്. ഇനി എന്യൂമറേഷൻ ഫോം കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് 2 ഫോമുകളാണ്. ഒരു ഫോം BLOയുടെ കൈവശം സൂക്ഷിക്കേണ്ടതും മറ്റൊന്ന് വോട്ടർമാർ സൂക്ഷിക്കേണ്ടതും. എന്നാൽ ഈ 2 ഫോമുകളും ഇപ്പോൾ BLOമാർ തന്നെ പൂരിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. പല വോട്ടർമാർക്കും അത് കൃത്യമായി പൂരിപ്പിക്കാൻ അറിയില്ല. അത് തെറ്റുകൂടാതെ പൂരിപ്പിക്കണമെങ്കിൽ BLOമാർ തന്നെ ആശ്രയിക്കുവാണ്. ഒരു വാർഡിൽ ഏതാണ്ട് 1200-ലധികം വോട്ടർമാരുള്ള വാർഡുകളുണ്ട്. ചില ബൂത്തുകളിൽ അതിലും എണ്ണം BLOമാരുടെ കീഴിൽ അതിലും കൂടുതലും വരും. എന്നാൽ 1000 താഴെയുള്ള ആളുകളുമുണ്ട്. എന്നാൽ 1200 ഫോമുകളിൽ ബഹുഭൂരിപക്ഷം ഫോമുകൾ പൂരിപ്പിക്കുമ്പോൾ ആ കോളങ്ങൾ ചെറിയ അക്ഷരമാണെന്നാണ് ഇവർ പരാതിപ്പെടുന്നത്. അതുകൊണ്ട് ഒരു 40 വയസ്സിനൊക്കെ മുകളിലുള്ള അല്ലെങ്കിൽ കാഴ്ച അത്ര ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടാണ് ഈ BLO ഫോം പൂരിപ്പിച്ചുകൂടെ കൊടുക്കുക. അത് അവരുടെ ജോലി ഇരട്ടിയാക്കുന്നുള്ള പരാതിയുമുണ്ട്. വലിയ ബുദ്ധിമുട്ടുകൾ ആ കാര്യത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇനിയും വോട്ടർമാരുടെ എണ്ണം കുറവുള്ള ഈ BLOമാർ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ബൂത്തുകളാണെങ്കിൽ അവിടെ വലിയ ദൂരത്തിലായിരിക്കും ഓരോ വീടുകളുള്ളത്. എത്തിപ്പെടാനും വളരെ ബുദ്ധിമുട്ടാണ്. ബഹുഭൂരിപക്ഷം BLOമാർ സ്ത്രീകളാണ് പത്തനംതിട്ട ജില്ലയിൽ ജോലി ചെയ്യുന്നത്. അതിൽ ഭൂരിപക്ഷം ആളുകളും പുതിയ BLOമാരാണ്. അതുകൊണ്ട് തന്നെ ഈ വോട്ടർമാരെ കണ്ടെത്തി കൃത്യമായി കൊടുക്കുക എന്നത് അതിസങ്കീർണമാണ്. മാത്രമല്ല ചില വോട്ടർമാർ ഒരു വീട്ടിൽ തന്നെ പല ആളുകളുടെ വോട്ട് പല ബൂത്തുകളായി മാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ ക്രോഡീകരിക്കുക, ഇതൊക്കെ കണ്ടെത്തുക ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ കടുത്ത സമ്മർദ്ദത്തിലാണ്. ഇത് വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ മുകളിൽ നിന്ന് വലിയ സമ്മർദ്ദം കൊണ്ട് അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും രാത്രി ഉൾപ്പെടെ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിനോടൊപ്പമാണ് ഈ സമ്മർദ്ദം അതിജീവിക്കുക വലിയ ബുദ്ധിമുട്ടാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പത്തനംതിട്ട ജില്ലയിലെ ഇന്നലെ പുറത്തു വന്ന ഓഡിയോ സംഭാഷണം ഒരു EROയുടെയാണ്. EROയുടെ പേരോ അതിൽ പറയുന്ന മറ്റ് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പേരോ കൊടുക്കാത്തത് ഒരു പക്ഷേ അവരുടെ കുറ്റം കൊണ്ടാകണമെന്നില്ല ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നത്. പകരം അവരുടെ മുകളിലേക്ക് വരുന്ന ആ സമ്മർദ്ദം കൂടിയായിരിക്കാം. എന്തായാലും കടുത്ത സമ്മർദ്ദത്തിൽ തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ BLOമാർ ജോലി ചെയ്യുന്നത്. ഇനി ഫോം കളക്ടിങ്ങിന് വേണ്ടി അത് തിരിച്ച് സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേക ഓഫീസുകൾ തുറക്കുമെന്ന് അറിയിച്ചിരുന്നു. അവിടേക്കും ആളുകൾ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ വീടുകളിൽ തന്നെ പോയി എന്യൂമറേഷൻ ഫോം തിരികെ മേടിക്കേണ്ട ഗതികേടിലാകുമെന്ന ആശങ്കയിലും ഈ BLOമാർക്കുണ്ട്. ഭദ്ര.